2020 NDA പ്രവേശന സാമ്പത്തിക ലക്ഷ്യം വെച്ചെന്ന ആരോപണം ഉന്നയിക്കുകയാണ് PV ശ്രീനിജൻ MLA. NDA സഖ്യം വഴി ബിസിനസ് നേട്ടമുണ്ടാക്കാനാണ് സാബു ജേക്കബിന്റെ ഇപ്പോൾ ശ്രമം. പഞ്ചായത്ത് അംഗങ്ങൾ ഉൾപ്പെടെ CPM-ലേക്ക് വരും എന്നതാണ് 2020യുമായി ബന്ധപ്പെട്ട് ഇപ്പോഴത്തെ BJP സഖ്യത്തെക്കുറിച്ചുള്ള BJPയുമായി സഹകരിക്കുന്നതിനെക്കുറിച്ചുള്ള പ്രതികരണം. പഞ്ചായത്തിൽ തന്നെ പഞ്ചായത്ത് മെമ്പർമാരടക്കം രാവിലെ 2020യുടെ പ്രവർത്തനം നിർത്തി രംഗത്ത് വന്ന സാഹചര്യമുണ്ട്. ഈ മണ്ഡലത്തിൽ അതുപോലെ സമീപ മണ്ഡലത്തിൽ 2020യുടെ പ്രവർത്തനം അവസാനിപ്പിക്കുന്ന തരത്തിലുള്ള തുടർ പ്രചാരണ പരിപാടികൾക്ക് ഞങ്ങൾ രൂപം കൊടുത്തിട്ടുണ്ട്. കിറ്റും കൊടുത്തു, അതുപോലെ തന്നെ കുറച്ച് പച്ചക്കറിയും കൊടുത്ത്, കുറേ മോഹനസുന്ദര വാഗ്ദാനം കൊടുത്ത് അവരെ ഈ വാഗ്ദാനത്തിലൊക്കെ വീഴിച്ചു കൊണ്ടുപോയി ഒരു ചതിക്കുഴിയിൽപ്പെടുത്തിയിരിക്കുകയാണ്. മധ്യമേഖല LDF ജാഥയുടെ ഭാഗമായി ബഹുമാനപ്പെട്ട MLA നയിക്കുന്ന ജാഥ ഈ മണ്ഡലത്തിൽ ഫെബ്രുവരി 6, 7, 8 തീയതികളിലുണ്ട്. കഴിഞ്ഞ 6 മാസമായിട്ട് കിറ്റെക്സിൻ്റെ ഷെയർ നിങ്ങൾ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. 147 കിടന്ന ഷെയർ ഇന്ന് നോക്കുമ്പോൾ 160 എത്തിയിരിക്കുകയാണ്. രാഷ്ട്രീയവും കച്ചവടവും ഒരുമിച്ച് കൊണ്ടുപോകുന്നത് എങ്ങനെയാണെന്ന് കൃത്യമായിട്ട് അറിയാവുന്ന ഒരാളാണ് സാബു ജേക്കബ്. അണികളെ കൊണ്ട് കച്ചവടം ചെയ്ത് അതിൽ സാബു ജേക്കബ് ലാഭമുണ്ടാക്കി എന്നുള്ളതാണ്. അരുൺ ശങ്കർ വിവരങ്ങളുമായുണ്ട്. അരുൺ, വളരെ പ്രധാനപ്പെട്ട ചില പോയിന്റുകൾ നമ്മുടെ തെരഞ്ഞെടുപ്പ് സാഹചര്യത്തിൽ പ്രത്യേകമായി ചർച്ച ചെയ്യാമെന്ന് തോന്നുന്നല്ലേ? കച്ചവടം, വ്യവസായം, അതിൻ്റെ തുടർച്ചയായിട്ടുള്ള ഷെയർ മാർക്കറ്റ്, കിറ്റ്, പച്ചക്കറി കിറ്റ്. അപ്പോൾ ഈ കിറ്റും ഈ വ്യവസായികളും അതൊക്കെ വോട്ടായി മാറും എന്നതിനെക്കുറിച്ച് എല്ലാവർക്കുമൊക്കെ ധാരണയുണ്ട് എന്നത്. എങ്ങനെയാണ് 2020യും BJPയുമുള്ള സഹകരണം രാഷ്ട്രീയമായി വികസിക്കുന്നതും LDF പ്രതിരോധിക്കുന്നതും? എന്തായാലും 2020 NDAയിൽ ചേർന്നതോടുകൂടി കോൺഗ്രസ് CPM വളരെ സന്തോഷത്തിലാണ്, അല്ലെങ്കിൽ വലിയ ആത്മവിശ്വാസത്തിലാണ്. അതോടുകൂടി അവർ പിന്നോക്കം പോയിട്ടുള്ള സ്ഥലങ്ങളിൽ തിരികെ വരാൻ കഴിയുമെന്നുള്ളൊരു ആത്മവിശ്വാസം അവർക്കുണ്ട്. പ്രത്യേകിച്ച് കുന്നത്തുനാട് നിയമസഭാ മണ്ഡലത്തിൽ ന്യൂനപക്ഷങ്ങൾക്ക് സ്വാധീനമുള്ള മേഖലകളുണ്ട്. അപ്പോൾ ആ മേഖലയിലൊക്കെ തന്നെ 2020യുടെ വരവോടുകൂടി CPMും കോൺഗ്രസും പിന്നോക്കം പോയിരുന്നു. അവിടെയൊക്കെ തന്നെ തിരികെ വരാൻ കഴിയും. അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ പ്രതീക്ഷ വെച്ച് പുലർത്തുന്നത് കോൺഗ്രസ്സാണ്. കാരണം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ തിരിച്ചടി ഉണ്ടാകാനുള്ള കാരണം 2020 ആണെന്നുള്ളതാണ് അവരുടെ വിലയിരുത്തൽ. അപ്പോൾ 2020യിൽ ഇപ്പോൾ ഒരു അന്തഛിദ്രം ഉണ്ടാകുന്നു ഈ സാബു M ജേക്കബിൻ്റെ NDA പ്രവേശനത്തിലൂടെ എന്നതാണ് കോൺഗ്രസിൻ്റെയും CPMിൻ്റെയും വിലയിരുത്തൽ. അതുവഴി 2020യിൽ നിന്ന് കൂടുതൽ പ്രവർത്തകരെയും നേതാക്കന്മാരെയും തങ്ങൾ സ്വന്തം പാളയത്തിലേക്ക് എത്തിക്കാനുള്ള ശ്രമത്തിലാണ് കോൺഗ്രസും CPMും. കോൺഗ്രസ് അതിൽ ആദ്യ റൗണ്ടിൽ കോൺഗ്രസ് വിജയിച്ചിട്ടുണ്ട്. 3 മുൻ ജനപ്രതിനിധികളെയാണ് കോൺഗ്രസ് സ്വന്തം പാളയത്തിൽ എത്തിച്ചിരിക്കുന്നത്. CPM പറയുന്നത് അങ്ങനെ നിരവധി ആളുകൾ, നേതാക്കന്മാരും അതോടൊപ്പം തന്നെ നിലവിലെ പഞ്ചായത്ത് അംഗങ്ങൾ ഉൾപ്പെടെയുള്ളവർ പാർട്ടിയിലേക്ക് വരാൻ താല്പര്യപ്പെടുന്നുണ്ട്. പക്ഷേ അതൊക്കെ അവർ കുറച്ചുകൂടി ആലോചിച്ച് ഉറപ്പിച്ച് അടുത്ത ദിവസങ്ങളിൽ തന്നെ പാർട്ടിയിലേക്ക് വരും എന്നുള്ളതാണ്. എന്തായാലും ഈ മേഖലയിൽ 2020 വലിയൊരു വെല്ലുവിളിയായി തന്നെ മുന്നിലുണ്ടായിരുന്നു കോൺഗ്രസിനും CPMനും. ആ വെല്ലുവിളി പതുക്കെ ഒഴിയുന്നു, അല്ലെങ്കിൽ ഒഴിവാക്കാൻ കഴിയും. അതുതന്നെയാണ് KS അരുൺകുമാറിൻ്റെ വാക്കുകളിൽ നിന്ന് വ്യക്തമാകുന്നത്. അദ്ദേഹം പറഞ്ഞത് 2020യുടെ പ്രവർത്തനം അവസാനിപ്പിക്കാൻ ഉള്ള പ്രചാരണ പരിപാടികളുമായിട്ട് CPM മുന്നോട്ട് പോകും എന്നുള്ളതാണ്. എന്തായാലും ഈ 2020യുടെ NDA പ്രവേശനത്തിൽ കോൺഗ്രസ് CPMും വലിയ ആത്മവിശ്വാസത്തിലാണ്. തങ്ങളുടെ പ്രതിബന്ധങ്ങൾ വളരെ വേഗം മറികടക്കാൻ കഴിയും എന്നൊരു വിലയിരുത്തലാണ് അവർക്കുള്ളത്.